പാടുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ നേതാവിന്റെ പേര് മാത്രമേ വരൂ. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പോണം മദീനയിലേക്ക്. നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയിലേക്ക് നമുക്ക് ഇന്ന് രാത്രി പോണം. മജ്‌ലിസിന്റെ സമാപനം നമ്മൾ ഇന്ന് ദുആ ചെയ്യുന്ന നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിൽ ഇരുന്നു കൊണ്ടാണ്. എവിടെ ഇരുന്നു കൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലി ഇന്ന് രാത്രി നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇങ്ങനൊരു നേതാവിനെ ലോകത്ത് ഏതാളെടുത്ത് നോക്കിയാൽ മുസ്ലിം എന്നല്ല ഒരു നേതാവിനെ ലോകത്തില്ല. അതുകൊണ്ടാണ് അല്ലാഹ് ക ഫർമാ അലം നശ്റഹ് ലക സദ്റക മൻസൂബ് ഹൈ ജിസ്സെ വറഫഅനാ ലക ദിക്റക. അല്ലാഹ് ക ഫർമാ അലം നശ്റഹ് ലക സദ്റക मंसूब है जिससे वरफ़अना लक ज़िक्रक. वो जिसके लिए महफिल कौनैन सजी है, फिरदौस जिसके वसीले से बनी है, वो हाशिमी मक्की मदनी उल अरबी है, वो मेरा नबी मेरा नबी मेरा नबी है, वो मेरा नबी मेरा नबी मेरा नबी है. അല്ലാഹു ആ മുത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഈ ലോകത്ത് വിജയിപ്പിക്കട്ടെ. എപ്പോഴും നമ്മൾ ഒരു മയ്യത്ത് മറവ് ചെയ്ത് ആ മയ്യത്തിനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ദുആയിൽ നമുക്ക് കാണാം, ഹദീസുകളിൽ കാണാം, മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. اللهم بحق محمد صلى الله عليه وسلم وبحق آل محمد صلى الله عليه وسلم لا تعذب هذا الميت في قبره. പടച്ചോനെ മുസ്ലിമിന്റെ ഹക്ക് കൊണ്ട് അവിടുത്തെ കുടുംബത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ മയ്യത്തിനെ നീ ഖബറിൽ ശിക്ഷിക്കരുതേ ദുആ ചെയ്താൽ ശിക്ഷ ഒഴിവാകും. കാരണം എന്താ? നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടന്നെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം കൊടുക്കുന്നത് മുത്തുനബിക്കാണ്. അല്ലാഹുവിന്റെ പേര് കേൾക്കുന്നിടത്തൊക്കെ നമ്മൾ പറയും, ഒരു ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കും ആദ്യം, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്വലാത്ത് ചൊല്ലും. ഒരു ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ അൽ ഫാത്തിഹ പറയും. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ ദുആ തുടങ്ങുക. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാത്തൊരു ദുആ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയരുകയില്ല. ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മാത്രം തുടങ്ങി പിന്നെ വേറെ ദുആ തുടങ്ങി. എന്നാൽ അത് അല്ലാഹുവിലേക്ക് ഉയരൂല. അല്ലാഹുവിലേക്ക് ഉയരണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. കാരണം ഖുർആൻ പഠിപ്പിച്ചതാണ്. അല്ലാഹ് ചെയ്യുന്നു, മലക്കുകൾ ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ചൊല്ലണം സ്വലാത്ത്, നിങ്ങൾ ചൊല്ലണം സലാം. മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒരു 100 സലാത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ ചെല്ലുമെന്നൊരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം, ഞാൻ എടുക്കണം. ഒന്നിച്ച് ചെല്ലണമെന്നൊന്നുമില്ല. 5 വക്ത് നിസ്കാരത്തിന് ശേഷം 10 ചൊല്ലിയ 50ആയി. പിന്നെ ദുആ നിസ്കരിച്ചതിന് ശേഷം, അതുപോലെ വിത്ർ നിസ്കരിച്ചതിന് ശേഷം, സുന്നത്തിന്റെ ശേഷം ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ദിവസം 100 ചൊല്ലാൻ ഒരു പ്രശ്നമല്ല. മശായിഖന്മാരുടെ ഇജാസത്തുള്ള ആളുകൾക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചൊല്ലും. അവര് മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ഒരു 100 വട്ടം നിങ്ങളെ മനസ്സിൽ കുറിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം എൻ്റെ കഴിവിന്റെ പരമാവധി 100 സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കും, ചൊല്ലും എന്ന് തന്നെ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ കരുതുക. അല്ലാഹ് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുപോലെ മുത്തുനബിന്റെ സുന്നത്ത് കഴിവിന്റെ പരമാവധി പിൻപറ്റുക. മജ്‌ലിസുകളുടെ ലക്ഷ്യതാണ് മുത്തുനബിയെ പറ്റി പാടലും പറയലും മാത്രമല്ല,
അവിടുത്തെ സുന്നത്തിനെ, അവിടുത്തെ ചര്യയെ താടി വെച്ചുകൊണ്ട് മീശ വെട്ടിക്കൊണ്ട് ഇങ്ങനെ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ, ബാത്റൂമിലേക്കുമ്പോ വലതുകാല് വെക്കുക, ഇടതുകാല് വെക്കുക, പോരുമ്പോൾ വലതുകാല് വെക്കുക, പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാല്, ഇറങ്ങുമ്പോൾ ഇടത്തുകാല്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സുന്നത്തുകൾ അറിയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തുക. ഇതെന്റെ ഹബീബ് ചെയ്തതാണെന്ന് മനസ്സിലോർത്തുകൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ ഇങ്ങനെ ഹജറുൽ അസ്വദിനെ മുത്തം വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വഹീഹായ ഹദീസിൽ കാണാം, എല്ലാ ദിവസവും പള്ളിയിൽ ഞാൻ ഇവിടെ ഹദീസിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ട്. കുറെ ചെറുപ്പക്കാരൊക്കെ പങ്കെടുക്കാറുണ്ട്, കാരണന്മാര് വരാറുണ്ട്. ഒഴിവുള്ള ആളുകളൊക്കെ ഞാൻ വീണ്ടും ഈ സദസ്സിൽ ഒരുപാട് ആളുകളുടെ ഉറപ്പെടുത്തുകയാണ്. സുബഹി നിസ്കാരം നമ്മുടെ തറവാട്ട് പള്ളിയിൽ വെച്ചുകൊണ്ടാക്കാൻ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോ ആ ഗേറ്റ് കടന്നു വരുമ്പോ ഒരുപാട് ഖബറാണികളെ കാണാം. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞ് അവരോട് സലാം പറഞ്ഞ ഒരു ഫാത്തിഹ അവർക്ക് വേണ്ടി ഓതി പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ആ പള്ളിയിലെ സുബഹി ജമാഅത്തിന് എല്ലാ വഖത്തിനും വരണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ്, അല്പം ഉറക്കം മുടക്കിയാൽ കഴിയുന്ന ഒരു സംഗതിയാണിത്. നിങ്ങൾ വന്ന് സുബഹിക്ക് വന്ന് ആ ജമാഅത്തിൽ പങ്കെടുത്ത് ആദ്യം ഞങ്ങൾ അവിടെ ചെയ്യുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആ പേര് പറഞ്ഞുകൊണ്ട് മുത്തുനബിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഓർത്തുകൊണ്ട് ദുആ ചെയ്ത് പിരിയുന്ന ഒരു സദസ്സാണ്. അതിൽ പങ്കെടുത്തവർക്കൊന്നും നഷ്ടം വന്നിട്ടില്ല, സന്തോഷമാണ് മുഅ്മിനീങ്ങളെ. അതിന് കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുത്ത് ആ ഹദീസിന്റെ ക്ലാസ് കേട്ട് മുത്തിനെ ഓർത്തുകൊണ്ട് കുറെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് പിരിഞ്ഞു പോരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തുടങ്ങിയാൽ അതൊരു ബറക്കത്താണ്. ഇത് എന്റെ പവർ കൊണ്ടല്ല, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞാൻ പറയുകയാണ്. ആ ഹദീസ് ക്ലാസ്സിൽ ഞാൻ എടുത്ത ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ഞാനന്ന് പറഞ്ഞു കൊടുത്തു അവിടെ ക്ലാസ്സിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി എല്ലാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു അല്പം വിട്ടു നിൽക്കുകയാണ്. എന്നിട്ട് ആ കല്ലിനെ ഇങ്ങനെ നോക്കുകയാണ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോ ആ കല്ലിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് കല്ലിനോട് പറയുകയാണ്, കല്ലേ നീ കല്ല് കല്ല് തന്നെയാണ്, കല്ല് കല്ല് തന്നെയാണ്. ലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുകി, നിന്നെ മുത്തം വെക്കുന്നതും ചുംബിക്കുന്നതും ഹബീബായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ മുത്തം വെക്കുന്നതും ചുംബിക്കുന്നതും ഈ ഉമർ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലം മുഖബ്ബിലുകി, ഖത്താബിന്റെ മകനായ ഉമർ നിന്നെ ചുംബിക്കൂല കേട്ടോ. നിന്നെ ചുംബിക്കാൻ ഉമർ വരൂല, നിന്നെ തൊടാൻ വരൂല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ അടുക്കൽ വന്നുകൊണ്ട് നിന്നെ ചുംബിക്കുന്നത്? എന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിച്ചിട്ടുണ്ട്. മുത്ത് നബി ചെയ്തത് കൊണ്ടാ ഞാൻ നിന്റെ അടുക്കൽ വന്നത്. അതുകൊണ്ട് കല്ലേ നീ കല്ല് കല്ല് തന്നെയാണ്, അഹങ്കരിക്കണ്ട കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക എന്താണ് അവരൊക്കെ ചെയ്തത്? മുത്ത് നബി തങ്ങൾ ചെയ്തു, അതുകൊണ്ട് അവരും ചെയ്യുന്നു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. കാരണം ഈ ലോകത്തും പരലോകത്തൊക്കെ നമുക്ക് രക്ഷക്കുള്ളത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാളെ ശഫാഅത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസഹബിഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് പോണം, മനസ്സില് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പോണം. എവിടേക്ക് പോണം? മദീനയിലേക്ക് പോം. തീയും കനലും പതക്കുന്ന കാലം,
ശാന്തമാകുന്ന സ്നേഹാർദ്രഗാനം. अपने प्यारे नवासों के सदका या नबी मेरे जोली में डालो. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം. तेरे कुर्बान प्यारे मोहम्मद गिर रहा हूँ मुझे भी ज़मालो. तेरे कुर्बान प्यारे मोहम्मद गिर रहा हूँ मुझे भी ज़मालो. മണ്ണിൽ ഇതുപോലെ ഇനിയില്ലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. മണ്ണിൽ ഇതുപോലെ ഇനിയില്ലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. നൂറ് സേ നൂറ് മിൽനെ ചലാ ഹേ മുസ്തഫ സേ ഖുദാ കഹ രഹാ ഹേ. नूर से नूर मिलने चला है मुस्तफा से खुदा कह रहा है. ये है मिराज. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുള്ളേ. തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂബലക എന്ന് ചൊല്ലാമോ മെല്ലെ. തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂബലക എന്ന് ചൊല്ലാമോ മെല്ലെ. यह मिराज के रात प्यारे अपने चेहरे से पुर्दा हटा लो. കുത്തിത്തറക്കുന്ന വെയിൽ ചില്ലുമാറി മേഘം തണലായ നൂറിൻ പ്രയാണം. പാദം സ്പർശിച്ച മണൽ തരികൾ പോലും സ്വർണപ്രഭയാക്കും സ്നേഹ സഞ്ചാരം. कोई अपना नहीं रोज़े महशर, कोई अपना नहीं रोज़े महशर. फिर यहाँ नफ्सु नफ्सी का आलम. हम गुनाहगार है या मोहम्मद. अपनी कम ही के हमको छुपा लो. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരയാത്ത പാപങ്ങൾ തീരാൻ. ഖന്തഖിൽ അന്ന് ഈ ഉമ്മത്തിന്റെ ആഗമനം വിശപ്പേന്തിനോറ്. ഖന്തഖിൽ അന്ന് ഈ ഉമ്മത്തിന്റെ ആഗമനം വിശപ്പേന്തിനോറ്. രണ്ടു കല്ലിൽ ആ ഉദരം അമർന്ന് ത്യാഗരൂപം ഈ ലോകം അറിഞ്ഞ്. അല്ലാ
റസൂലിന്റെ കിടങ്ങിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശപ്പ് കാരണം ദാഹം കാരണമൊന്നുമില്ലാതെ മുണ്ട് ഉടുക്കി മുറുത്ത സംഭവം നമുക്കറിയാം. അങ്ങനെ അവസാനം ഒന്നുമില്ലാതെ കിടന്ന് കുഴിക്കുകയാണ്. എന്തിനാണ് കുഴിക്കുന്നത്? ശത്രുക്കൾ ഇപ്പുറത്തേക്ക് വരാതിരിക്കാൻ, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് ആക്രമിക്കാതിരിക്കാൻ. ഖന്തക്കില് കിടങ്ങ് കീറിയപ്പോ സഹാബത്തൊക്കെ വയറ്റില് കല്ല് വെച്ച് കെട്ടി. മുത്തുനബിനോട് ചെന്ന് പരാതി പറഞ്ഞു, നബിയെ വിശക്കുന്നു യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ വയറ്റില് കല്ല് വെച്ച് കെട്ടി എന്ന് കാണിച്ചു കൊടുത്തപ്പോ മുത്തുനബിന്റെ ഖമീസ് അങ്ങ് പൊന്തിക്കുകയാ. എല്ലാവരും ഒരു കല്ലാണ് വെച്ചതെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റിൽ 2 കല്ലായിരുന്നു വെച്ച് കെട്ടിയിരുന്നത്. എന്തിനു വേണ്ടി? ഈ ഉമ്മത്തിന് വേണ്ടി, ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. മുഅ്മിനീങ്ങള്, ഞാനും നിങ്ങളും ചിന്തിക്കുക. അത്രമാത്രം പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു സൽക്കാരത്തിന് വിളിച്ച വലിയ ചരിത്രമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ഖന്തഖിൽ അന്ന് ഈ ഉമ്മത്തിന്റെ ആഗമനം വിശപ്പേന്തിനോറ് 2 കല്ലിൽ ആ ഉദരം അമർന്ന് ത്യാഗരൂപം ഈ ലോകം അറിഞ്ഞ് 2 പിളർപ്പായി മാറുന്നു ചന്ദ്രൻ പൂർണ്ണചന്ദ്രന്റെ മുന്നിൽ വിനീതൻ. 2 പിളർപ്പായി മാറുന്നു ചന്ദ്രൻ പൂർണ്ണചന്ദ്രന്റെ മുന്നിൽ വിനീതൻ. ആകാരങ്ങൾ പ്രവഹിച്ച ജലമേ, ആകാരങ്ങൾ പ്രവഹിച്ച ജലമേ, സംസം തോൽക്കും അതിൻ മുന്നിൽ നിജമേ. ആകാരങ്ങൾ പ്രവഹിച്ച ജലമേ, സംസം തോൽക്കും അതിൻ മുന്നിൽ നിജമേ. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हूँ मुझे भी ज़बानो अपने प्यारे नवासों के सदका या नबी मेरी जोड़ी में डालो. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൻ മൊഴിഞ്ഞുള്ള നാദം. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉൻ സംസമുൻ ഫൽ കൗസറു ഫനൈലു മിസ്റ ثم ബാഖിൽ അൻഹുരി. ഈ ലോകത്ത് ഏറ്റവും മികച്ച വെള്ളം, ഏറ്റവും മികച്ച ജലം, അതാണ് ഈ പാട്ടിലൂടെ പാടിയത്. കൈവിരലിന്റെ ഇടയിലൂടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ജനാബത്ത് കുളിയുണ്ടായിട്ട് കുളിക്കാൻ വെള്ളമില്ലാതെ, ഒന്നു കൊടുക്കാൻ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ മുത്തുനബിയുടെ തങ്ങളുടെ കൈയൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. അതിലൂടെ വെള്ളം ഇങ്ങനെ വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബി. മുത്തുനബിയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരികയാണ്. ആ കാണുന്ന സഹാബത്ത് മുഴുവൻ കുടിക്കുകയാണ്, കുളിക്കുകയാണ്, ഒതു കൊടുക്കുകയാണ്. അപ്പോഴും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളമാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനമാണ് യലീഹി മാഉൻ സംസമോ. പിന്നെയാണ് സംസം വെള്ളം. മാഉ സംസം ലിമാ ശുരിബ ലഹു.
എന്തിനു വേണ്ടിയാണോ സംസം വെള്ളം കുടിക്കുന്നത്, മനസ്സിന്റെ ഈമാൻ അനുസരിച്ച് നിയ്യത്തനുസരിച്ചുകൊണ്ട് അത് നിറവേറുന്നതാണ്. അതാണ് സംസം വെള്ളം. അത് കഴിഞ്ഞിട്ടാണ് ഹൗദുൽ കൗസർ മറ്റുള്ള വെള്ളങ്ങളൊക്കെ എണ്ണിയിട്ടുള്ളത്. ആ ശ്രേഷ്ഠമായ വെള്ളം ആ കൈ വിരൽ ചൂണ്ടിയപ്പോഴല്ലേ സൂര്യന്റെ ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിയത്. ആ വിരലങ്ങ് ചൂണ്ടിയപ്പോഴല്ലേ മുഅ്മിനീങ്ങളെ മുത്തുനബിയുടെ എല്ലാം ശ്രേഷ്ഠതയുള്ളതാണ്. അവിടുത്തെ ജനനം മുതൽ അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ച നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറല്ലേ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴുവനും ശറഫാക്കപ്പെട്ടതാണ്. ഒന്നിനെയും ചെറുതായി കാണല്ല. ആ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ആ മുത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ നേതാവാണ്, നമ്മുടെ സയ്യിദാണ്, നമുക്ക് രക്ഷകനായിട്ട് മുത്തുനബി തങ്ങളാണുള്ളത് എന്ന വിശ്വാസം നമുക്ക് കണ്ടാവണം. മുഅ്മിനീങ്ങളെ അതോർത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുക. എങ്ങോട്ട് പോവുക? ഞാൻ ദുആയിലേക്ക് കിടക്കാണ്. നമ്മുടെ ഹൃദയത്തെ മദീനയിലേക്ക് കൊണ്ടുപോവുക. ഏതാണ് മദീന? നേരത്തെ ഉസ്താദ് പാടി, ഒന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടോട്ടെ, അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരയാത്ത പാപങ്ങൾ തീരാൻ, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരയാത്ത പാപങ്ങൾ തീരാൻ. നമ്മളെല്ലാവരും കണ്ണ് ചിമ്മുക. ഞാനടക്കം നിങ്ങളൊക്കെ ഒന്ന് കണ്ണ് ചിമ്മ. എന്നിട്ട് ഇങ്ങനെ ഓർക്ക, നമ്മൾ മദീനയിലേക്ക് പോവുകയാണ്. വഫാത്തിന്റെ സമയത്ത് പോലും അല്ലാ എന്റെ ഉമ്മത്തിന്റെ മരണവേദന കുറക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത നേതാവിന്റെ പേരാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. മനസ്സുകൊണ്ട് നമ്മൾ പോവാ. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റ് കയറി മദീനയിൽ ഇങ്ങനെ ഇറങ്ങണ രംഗം. ജിദ്ദയിൽ നിന്ന് ബസ്സിൽ കയറി നമ്മൾ മദീനയിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കാണ്, ഒന്ന് കണ്ടോട്ടെ. നമ്മളിങ്ങനെ ആഗ്രഹിക്കാണ്, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ, ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ.